നോക്ക്, ഈ നെക്ലേസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ് വല്യമ്മേ. ശരി, വയ്ക്കോ. അമ്മേ, എന്താ മോളെ? ഞാനാണോ അമ്മയുടെ മോൾ, അത് അവരാണോ അമ്മയുടെ മക്കള്? സ്പെഷ്യലി അമൂല്യ. എന്താ കാര്യം? എന്തു പറ്റിയപ്പോ? അമ്മ ചെയ്യുന്നതൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അല്ല, ആ അമൂല്യോട് എന്താ അമ്മയ്ക്ക് ഇത്ര സ്നേഹം? ഇത് നല്ല കാര്യമായല്ലോ. നിന്റെ കുഞ്ഞമ്മയ്ക്ക് നിന്നോട് നല്ല ഇഷ്ടല്ലേ? അതുപോലെ തന്നെയല്ലേ എനിക്ക് ആ മക്കളോടുള്ളത്. അവരും എന്റെ കുട്ടികളെ പോലെ തന്നെയല്ലേ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അമ്മ. അമ്മ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ നെക്ലേസ് എന്തിനാ അവൾക്ക് എടുത്തു കൊടുത്തത്? ഓ, ഈ കാര്യത്തിനാണോ നീ ഇത്ര ദേഷ്യപ്പെടുന്നത്? നോക്ക് ശാരിക, കിണറിൽ നിന്ന് ഒരു കുടം വെള്ളം എടുത്തു എന്ന് കരുതി അത് വറ്റിപ്പോവൊന്നുമില്ല. അതുപോലെ നിനക്ക് കുറവ് വരുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതെനിക്ക് അച്ഛൻ ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് തന്നതാ. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ഹേർട്ട് ആവുന്നുണ്ട്. നിനക്കങ്ങനെ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാ. അവള് നിന്റെ ചേച്ചി തന്നെയല്ലേ? അവളുടെ കഴുത്തിൽ ഒരു മാല പോലും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം അവളെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ കൊടുത്തെ. കല്യാണം കഴിഞ്ഞ ഉടനെ അവള് തിരിച്ചു തരും. എന്തിനാ ഈ ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കുന്നേ? വാങ്ങിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടൊന്നും കഴുത്തിലുണ്ടായിരുന്നില്ല. അവരുടെ സ്റ്റേറ്റസ് എന്താ, നമ്മുടെ സ്റ്റേറ്റസ് എന്താ? അവരുടെ നിഴല് പോലും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി മുതൽ അമ്മ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഏയ്, നിന്റെ ചേട്ടന്റെ കല്യാണം സ്വന്തം ചേട്ടന്റെ കല്യാണമായി കണ്ട് ഓടി നടന്ന ഓരോ ജോലികളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള പെൺകുട്ടികളോട് നിനക്ക് എന്തിനാ ഇത്ര അസൂയ? ഇത് വെറും അസൂയല്ല, എനിക്ക് നാണക്കേടാ. അവരെ കാണുന്നത് എനിക്ക് ഇറിറ്റേഷൻ. നോക്ക്, ഇനി നിന്റെ നാവിൽ നിന്ന് ഇതുപോലെ വല്ലതും വന്ന ഇനിയും നീ വാങ്ങിക്കും. ചിലർ ചന്ദ്രനെ പോലെയാണെങ്കിലും നക്ഷത്രങ്ങളെ നോക്കി അസൂയപ്പെടാറുണ്ട്. ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടണ്ട. കല്യാണം കഴിയുന്നത് വരെ സൈലന്റ് ആയിട്ടിരിക്കണം. എന്തടി ഇത്? ചുമരി ചായം പൂശുന്നോലാണോ കയ്യിലും കാലിലും ഇട്ടിങ്ങനെ തേക്കുന്നേ? വൃത്തിയായിട്ട് മൈലേജ് ഇട്ടുകൂടെ നിനക്ക്? അമ്മേ, ഇത് നിങ്ങളുടെ പഴയ 19ാം നൂറ്റാണ്ടൊന്നും അല്ല, 2023. കാലമൊക്കെ മാറിപ്പോയമ്മേ. കാലം മാറിയെന്ന് വെച്ച് എല്ലാം ഒന്നും മാറില്ല. ചില കാര്യങ്ങളൊക്കെ അതേ സമ്പ്രദായത്തിൽ നടന്നാൽ മാത്രമേ നല്ലതാവൂ. ആദ്യം മുതൽ നമ്മൾ ദൈവത്തിന് കർപ്പൂരം കൊണ്ടാണ് ആരതി ഒഴിയുന്നത്. കാലം മാറിയെന്ന് വെച്ച് നമുക്ക് ടോർച്ച് അടിക്കാൻ പറ്റുമോ? അമ്മയോട് പറഞ്ഞ എന്നെ വേണം തല്ല. അയ്യോ, TV കാണുന്നതെല്ലാം ചെയ്യണമെന്നുള്ള ഭ്രാന്തുള്ളത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ആവുന്നത്. എന്തൊരവസ്ഥയാ നിങ്ങളുടേത്? എന്താ FM നേരത്തെ ഓണായിട്ടുണ്ടല്ലോ? ഇവളുടെ ഒരു ആർക്കാടി? ആരെയാ നീ FM എന്ന് പറഞ്ഞത്? എന്നെ തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അതെങ്കിലും മനസ്സിലായല്ലോ, നന്നായി പോയി. ഒന്ന് തരും ഞാൻ കൊരങ്ങേ. എന്താടി കാണിക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കേ. ഏയ്, എന്താ അമ്മു ഇതെല്ലാം? വല്യമ്മ തന്നതാ ചേച്ചി. ചേച്ചി, ഇത് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇപ്പഴാ ഒരു അൾട്ടിമേറ്റ് ലുക്ക് ആയത്. അങ്ങനെയൊന്നും അല്ല, നീ എല്ലാം പറയുന്നത് തിരിച്ചാണല്ലോ. നെക്ലേസ് ഇട്ടതുകൊണ്ട് ചേച്ചിക്കല്ല ഐശ്വര്യം വന്നത്, ഈ സുന്ദരിയുടെ കഴുത്തിൽ ഇട്ടതുകൊണ്ട് നെക്ലേസിന് ഐശ്വര്യം വന്നത്. ആദ്യം കല്യാണം നടക്കേണ്ടത് നിനക്കാണ്. ഇത് നിന്റെ കഴുത്തിൽ കിടക്കണതാ നല്ലത്, അല്ലേ അമ്മേ? എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല മക്കളെ. ഇപ്പൊ കരയാനും മാത്രം ഇവിടെ എന്താ നടന്ന അമ്മേ? നമ്മൾ ദിവസവും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ചേച്ചി, അനിയത്തിമാർ, ഞാനിത് തരില്ല, എനിക്കിത് വേണം, ഇത് നീ എടുത്തോന്ന് പറഞ്ഞപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാ നിങ്ങള് ഓരോരുത്തരും പരസ്പരം ഇത്ര സ്നേഹത്തോടെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം
കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ സമാധാനം നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ശാരിക എന്നല്ല. വിക്രാന്ത്, ഹലോ വിക്രാന്ത്, ഇത് എന്താലോചിച്ചാ നിക്കുന്നേ? പ്രേമിക്കുന്നവർക്ക് നമ്മുടെ സമൂഹത്തിൽ 100,000 തടസ്സങ്ങളാണല്ലോ. കഷ്ടം. നമസ്കാരം അമ്മാവ. സൗകര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ? ഒരു പ്രശ്നവും ഇല്ല മോനെ, എല്ലാം ഫസ്റ്റ് ക്ലാസ് അറേഞ്ച്മെന്റാ. നിന്നോട് എനിക്ക് ഇതുവരെ സംസാരിക്കാനേ പറ്റിയില്ല. അതിരിക്കട്ടെ, നീ ഡിഗ്രി ചെയ്തത് എവിടെയാ? GIT അമ്മാവ. ഓ ഐ സി. എന്റെ മോളും 10th ടോപ്പർ ആയിരുന്നു മോനെ. അവളും GIT കയറണമെന്ന് വിചാരിച്ചതാ. സൂപ്പർ അമ്മാവ. പക്ഷെ എന്ത് ചെയ്യാന്, സെക്കൻഡ് BSc ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഫെയിൽ ആയിപ്പോയി. സൂപ്പർ അമ്മാവ. എന്തൊക്കെ ഈ പറയുന്നത്? ഫെയിൽ ആയിട്ട് സൂപ്പർ ആയെന്നോ? ഒരു ഡൗട്ടും ഇല്ല അമ്മാവ, സൂപ്പറാ. ഹലോ വിക്രാന്ത്, നിന്റെ ശ്രദ്ധ എവിടെയൊന്നും അല്ലല്ലോ, വേറെ എവിടെയോ. അച്ഛൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? അത് കേട്ടു. അത് കേട്ടില്ല. അത് ഒരു മിനിറ്റ്, ഞാൻ പോരാവേ. എവിടെയും വലിച്ചെറിഞ്ഞോളൂ. ആരുടെയും കാല് കൊണ്ടാ. ഞാൻ പെൺകുട്ടികളോട് സംസാരിക്കാറില്ല. ഇതൊന്നും അവിടെ കൊണ്ടുപോയി കൊടുക്കോ? ഞാനൊന്നും കൊടുക്കില്ല. മോനെ അവിടെ നിക്ക്, ഒന്ന് നിക്ക്. എത്ര അവയുടെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. എന്റെ വിധി. ഹലോ, ഇത് നിന്റെയാണോ? നോക്ക്, ദാ ഇവിടെ കിടന്നതാ, പിടിക്ക്. സോറി പറയണമെങ്കിൽ നേരിട്ട് പറഞ്ഞാ പോരെ? ഇതൊക്കെ പഴയ നമ്പറാ. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. എപ്പോഴും ഈ പെണ്ണിന്റെ മുന്നിൽ തന്നെയാണല്ലോ ഞാൻ ചെന്ന് ചാടുന്നത്. സോറി പറഞ്ഞാലൊന്നും സഹിച്ച അപമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. എന്നാലും ഒരു സമാധാനം കിട്ടും. അതൊന്നും സാരമില്ല, പറഞ്ഞോ. ഞാൻ എന്തു പറയാനാ? അങ്ങ് പറഞ്ഞോ, സാരില്ല. എന്താ പറയുന്നേ? നിങ്ങൾ എന്നോട് പറയാൻ വന്നത് തന്നെ സോറി. സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞാൻ സോറി ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ ഇതിന് എന്നെ അന്വേഷിച്ചു വന്നത്? എല്ലാരും ഉണ്ടല്ലോ എന്നുള്ള നാണമൊന്നും വേണ്ട. എന്നെ അപമാനിച്ചത് എല്ലാവരുടെ മുന്നിൽ വെച്ചാ. എക്സ്ക്യൂസ് മീ, നിന്റെ ഇമാജിനേഷൻ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്ക്. ഇതെന്റെ ചെരുപ്പിൽ കുടുക്കിപ്പോയതാ. ആ കുട്ടി പറഞ്ഞു ഇത് നിന്റെയാണെന്ന്. നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് തരാന്ന് കരുതിയതാ. പിടിച്ചോ. എന്നാ നിന്റെ ഫോണ്. ഇയാളുടെ ഒരു ദേഷ്യം. നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ഈ എന്റെ ഫോൺ നീ താഴെ ഇട്ടല്ലേ? നിന്റെ ഈ കൊമ്പ് ഞാൻ തന്നെ മുറിച്ചിരിക്കും. എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ചേച്ചി, നമ്മളെന്തിനാ ഇങ്ങനെ വളയൊക്കെ വാങ്ങിക്കുന്നത്? വിശേഷ ദിവസങ്ങളും കല്യാണം പോലുള്ള ഫംഗ്ഷനും എല്ലാം നമ്മുടെ കയ്യിലെടുത്ത് കൊടുക്കേണ്ടത് നമ്മൾ അമ്മ വീട്ടുകാരുടെ കടമയാണ്. ഇപ്പൊ നമ്മുടെ വല്യമ്മയുടെ അമ്മ വീട്ടുകാരായിട്ടുള്ളത് നമ്മൾ തന്നെയല്ലേ? അതുകൊണ്ടായിരിക്കും അമ്മ വാങ്ങാൻ പറഞ്ഞത്. മനസ്സിലായി. ചേച്ചി, ഇതെങ്ങനെയുണ്ട് നോക്ക്. ആ, ഈ ഒരു സെറ്റ് അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇതേ ഡിസൈനിലുള്ള ഗ്രീൻ കളർ ഉണ്ടോ എന്ന് നോക്ക്. പുറത്തു വരുന്നത് കണ്ടതാണല്ലോ. ഇതിന്റെ ഇടയിൽ എവിടെ പോയി? അപ്രത്യക്ഷമായോ? ഇത് നമ്മുടെ വല്യമ്മയ്ക്ക്, ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് ചേട്ടത്തിക്ക്, പിന്നെ ഇത് ശാരികയ്ക്ക്. ഇനി നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, എല്ലാം ശരിയാ. എല്ലാം കൂടെ എത്രയായി? എല്ലാം കൂടി 260. 260? കുറച്ച് ഡിസ്കൗണ്ട് തരോ? നല്ലൊരു കാര്യത്തിനാ കൊണ്ടുപോകുന്നത്. ഇല്ല മോളെ, ഇതിലും കുറച്ചതിന് നമുക്ക് നഷ്ടമാണ്. ഇത്രയും കിട്ടിയാലേ പറ്റൂ. ശരി.
ചേച്ചി എന്തുപറ്റി? ബാഗിൽ പേഴ്സ് വെച്ചെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ പേഴ്സ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പേഴ്സ് കൊണ്ടുവരാൻ മറന്നുപോയി. ഒരു 10 മിനിറ്റ് സമയം വേണം. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. ഞാൻ കട അടയ്ക്കാൻ പോയതാ. നിങ്ങൾ അത്യാവശ്യം എന്ന് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ തുറന്നത്. വെറുതെ സമയം കളയരുത്. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറയുന്നത്? പേഴ്സ് മറന്നു പറഞ്ഞില്ലേ? കാശ് ആര് തരും? അത് ഞാൻ കൊടുക്കും. അത് പിന്നെ ഇവിടെ അടുത്തുള്ള കടയില് പൂ വാങ്ങിക്കാനായിട്ടാ ഞാൻ വന്നത്. നിങ്ങളിവിടെ കണ്ടപ്പോ ഇങ്ങോട്ട് കയറിയതാ. ബില്ല് എത്രയായി? ഞാൻ കൊടുത്തോളാം. ഏയ് അതൊന്നും വേണ്ട. നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? അയ്യോ അതിനെന്താ, നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ. ഒരേ ഫാമിലിയോ? അത് പിന്നെ എന്റെ വീട്ടിലെ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലെ ചെറുക്കന് കൊടുക്കുമ്പോ നമ്മളെല്ലാരും ഇനി മുതൽ ഒരു ഫാമിലി ആണല്ലോ. നിങ്ങൾക്ക് ഇതിന് നാണക്കേടൊന്നും വേണ്ട. ഇതത്ര വലിയ ഹെൽപ്പ് ഒന്നും അല്ലല്ലോ. ശരി, കാശ് കൊടുക്ക, ഞങ്ങൾ പിന്നെ തരാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എത്രയായി? 260. ഈ ശൂർപ്പണക്ക് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ ഇപ്പൊ ആരതിയെന്ന് വിളിച്ചത്? ഇല്ലല്ലോ. അത് ആണെങ്കിൽ തന്നെ അവരെനിക്ക് വിളിച്ചൂടെ? അല്ല, അവരെ എന്തിനാ വിളിക്കുന്നേ? അത് നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയില്ലേ. അവരോട് തന്നെ പറയേണ്ട കാര്യം അതുകൊണ്ടാ. നിനക്ക് ആരതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ അത്? ഒന്നുമില്ല, ഒരു ചെറിയ കാര്യ. ചെറിയ കാര്യമാണെങ്കിൽ അത് എന്നോട് കൂടി പറഞ്ഞൂടെ? അല്ല, അതങ്ങനെയല്ല. അത് സാരമില്ല, പറഞ്ഞു. അവളെന്റെ ചേച്ചി തന്നെയാ, ഞാൻ പറഞ്ഞോളാം. വേറൊന്നുമില്ല, വള വാങ്ങാൻ പോയപ്പോ അവര് പേഴ്സ് കൊണ്ടുപോയില്ല. അതിന് ഞാനാ കാശ് കൊടുത്തത്. അത് തിരിച്ചു തരുന്നത് വേണ്ടെന്ന് പറയാനായിരുന്നു. അതിനു വേണ്ടിയാ. അതങ്ങനെ തിരിച്ചു വാങ്ങിച്ചാ എനിക്ക് നാണക്കേടാ. ഇവര് രണ്ടുപേരും കൂടി അപ്പൊ ഒരുമിച്ചാണോ കടയിൽ പോയത്? അവൾ ഇവനെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചെന്നോ? ഹലോ, എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എത്രയാ കൊടുത്തത്? ജസ്റ്റ് 260 ഉണ്ടായിരുന്നുള്ളൂ. അത് തിരിച്ചു തരുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മളെല്ലാരും ഒരു ഫാമിലി ആണല്ലോ. ഞാൻ പറഞ്ഞോളാം. ഡോണ്ട് വറി, നീ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞോളാം. ഓക്കെ, താങ്ക്സ്. എന്താ ശാരിക ഇത്? നിന്റെ ചെറുക്കന് നീ തന്നെയാണോ മീഡിയേറ്റർ ആവുന്നത്? ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഞാൻ ആ മുഴുവൻ കുടുംബത്തിനെ തെരുവിലിറക്കും. നോക്കിക്കും. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കാവേലിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, കെട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. എന്താ കുഞ്ഞമ്മേ, നിങ്ങളെന്തിനാ ഇപ്പൊ ഈ ഷൂ പോളിഷ് ചെയ്യുന്നേ? ഇതെന്റെ മോന്റെ തന്നെയല്ലേ മോളെ. അവൻ റിസപ്ഷന് ഒരു രാജാവിനെ പോലെ നിൽക്കാൻ വേണ്ടിയല്ലേ മോളെ ഞാൻ ഈ ഷൂ വീണ്ടും പോളിഷ് ചെയ്യുന്നത്. ഓ, അങ്ങനെയാണോ? ദാ പിടിച്ചോ. എനിക്കെന്തിനാ മോളെ കാശ് തരുന്നത്? എന്താ കാര്യം മനസ്സിലായില്ലേ? ഷൂ പോളിഷ് ചെയ്ത് തന്നേന്. വേണ്ട മോളെ, സ്നേഹത്തോട് ചെയ്യുന്ന ജോലിക്ക് ഒരിക്കലും വിലയിടരുത്. പണം വേണ്ടെങ്കിൽ മറ്റുള്ളവരോട് എന്തിനാ കുഞ്ഞമ്മ ചോദിക്കുന്നേ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ തരില്ലേ? നീ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് മോളെ. എനിക്കിങ്ങനെ കൈ നീട്ടി പരിചയമൊന്നുമില്ല. സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ ദയവേത് മറ്റുള്ളവരോട് ചോദിക്കരുത് കുഞ്ഞമ്മേ. കല്യാണത്തിനല്ലേ വന്നത്? 3 നേരം നന്നായി കഴിച്ചിട്ട് പാട്ടും കേട്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കണം.
ഞങ്ങളെ നാണം കെടുത്താൻ ഒന്നും ചെയ്യരുത്. ഇത്രയും പറഞ്ഞിട്ട് ഒരു നാണോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഛെ. സാരിക, എനിക്ക് 4 പെൺമക്കളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നീയും സാധിക്കും ചേർന്ന് എനിക്ക് 6 മക്കളാണെന്നാ ഞാൻ എല്ലാവരോടും പറയാറ്. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്റെ മക്കളുടെ സംസാരം കിട്ടി ദേഷ്യപ്പെടുമോ? നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാലൊരു കാര്യം ചെയ്യാം. ഞാൻ നിന്നോട് ക്യാഷ് ചോദിച്ചു എന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അവരെ കാണിക്കേ, നമുക്കവരോട് ചോദിക്കാം. നിങ്ങൾ പോയി ചോദിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മകൾ ആരതിയുടെ കാര്യോ? ആരതിയോ? വള മേടിക്കാൻ പോയിട്ട് കാശില്ലാതെ ആദിയുടെ ചേട്ടനെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു. അവരെല്ലാം വളരെ റിച്ച് ആയതുകൊണ്ട് ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവളെങ്കിലും അത് മനസ്സിലാക്കണ്ടേ? പെണ്ണിന്റെ വീട്ടുകാരുടെ കാശ് മേടിക്കുന്നത് എത്ര വലിയ അപമാനമോ കുഞ്ഞമ്മേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരതി പെണ്ണിന്റെ വീട്ടുകാരോട് ക്യാഷ് ചോദിച്ചെന്നോ? ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വെറുതെ ഓരോന്ന് പറയാൻ എനിക്ക് എന്താ ഭ്രാന്താണോ കുഞ്ഞമ്മേ? അത്രയ്ക്ക് എന്നെ സംശയമാണെങ്കിൽ ആദിയുടെ 2ാമത്തെ ചേട്ടനില്ലേ വിക്രാന്ത്, അവനോട് തന്നെ പോയി ചോദിക്ക. അതിഥി, നടക്കാൻ പോകുന്ന നിന്റെ കല്യാണമല്ല. നിന്റെ കല്യാണം പോലെയാണല്ലോ നീ റെഡി ആവുന്നത്. അമ്മ വന്നു കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു. ഒരുങ്ങണം മോളെ, നന്നായിട്ട് ഒരുങ്ങണം. നമ്മൾ നന്നായി റെഡി ആയില്ലെങ്കിലേ വരുന്നവരാരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. എന്റെ മാർക്കറ്റ് വീണു പോകും ചേച്ചി. കുറഞ്ഞ പക്ഷം ഒരു ആപ്ലിക്കേഷൻ എങ്കിലും ഇങ്ങോട്ട് കിട്ടണ്ടേ? എന്താ ഈ പറയുന്നേ? നീ ഇത്രയും പ്ലാൻ ഇട്ടിട്ടാണോ കല്യാണത്തിന് വന്നത്? നിന്റെ ആപ്ലിക്കേഷൻ വരാൻ വേണ്ടി ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. വേഗം റെഡി ആക്കി. എടി എണീക്കടി അങ്ങോട്ട്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമായോടി കണ്ടവരോടൊക്കെ പൈസ ചോദിക്കുന്നോ? നിനക്ക് നാണോ മാനോ ഒന്നുമില്ലേ? എന്താ അമ്മീ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്ന? ഹരിതാത്തെല്ലാം ചെയ്തിട്ട് നിനക്ക് നാണമില്ല എന്നോട് ചോദിക്കാൻ? എന്തു പറ്റിയെന്ന്? ഞാൻ ആരോടും കാശ് ചോദിച്ചിട്ടില്ല. വീണ്ടും നുണ പറഞ്ഞു കൊല്ലുന്നു നിന്നെ. ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ അടിക്കുന്നത്? ഇനി എന്ത് ചെയ്യാനാ? സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചില്ലേ? തല താഴ്ത്തേണ്ട അവസ്ഥ വരുത്തി വെച്ചില്ലേ ഇവള്? ഇവള് പോയി പെണ്ണിന്റെ വീട്ടുകാരിൽ നിന്നും വളയ്ക്ക് പൈസ ചോദിച്ചിരിക്കുന്നു. ഇല്ല അമ്മേ, ഞാനത് ചോദിച്ചിട്ടൊന്നുമില്ല. അയാൾ തന്നെ നിർബന്ധിച്ചിട്ട് ഞങ്ങക്ക് തന്നതാ. എന്തിനു നിർബന്ധിച്ചു തരണം? വീണ്ടും നീ നോണ പറയുന്നോ? നിന്നെ ഞാൻ തല്ലല്ലേ ചേച്ചി? കാശിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്യും നമ്മ വിശ്വസിക്കുന്നുണ്ടോ? എന്താ കാര്യം നമ്മക്ക് ചോദിച്ചൂടെ? ആരതി, എന്താ ഉണ്ടായെന്ന് നീ പറ. എല്ലാം ചേർത്ത് 260. നിങ്ങൾ എന്താ പറയുന്നേ? പേഴ്സ് എടുക്കാൻ മറന്നു. പിന്നെ ആര് കാശ് തരും? ഞാൻ കൊടുത്തോളാം. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ അത് കൊടുക്കണ്ട. അയ്യോ, എന്താ ഇത്? നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ? ഇങ്ങനെ അമ്മ സംഭവിച്ചത്. ഞാൻ ഇപ്പോഴും നുണ പറയാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മഞ്ജുനോട് ചോദിച്ചു നോക്ക്. അവള് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതെ അമ്മേ, ചേച്ചി വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ആ ചേട്ടനാ നിർബന്ധിച്ചത്. ആരതി മോളെ, നീ എന്നോട് ക്ഷമിക്കണം. സത്യം എന്താണെന്ന് മനസ്സിലാവാതെയാണ് ഞാൻ
എങ്ങോട്ടാ നീ പോകുന്നേ? വേറെ എന്തിനാ ഈ കള്ളത്തര അമ്മയോട് വന്ന് കൊളുത്തി തന്ന ആ വിക്രാന്തിനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ. അവൻ തന്നെ നിർബന്ധിച്ച് കാശ് തന്നിട്ട് അവൻ തന്നെ വന്ന് ഡ്രാമ കളിക്കുന്നോ? ഇതെന്താ കുട്ടിക്കളിയാണോ? നീ വെറുതെ ഇരിക്കും മോളെ. ഇപ്പൊ സംഭവിച്ചതെല്ലാം മതി. ഇനി നീയും കൂടെ പോയി എടാകൂടത്തിലൊന്നും ചാടണ്ട. അതുകൊണ്ട് ഇത്രയും കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ? അപ്പൊ ഈ കാര്യം അമ്മയോട് ഒന്ന് പറഞ്ഞതാരാ? എങ്ങനെയോ അറിഞ്ഞു. അത് വിട്. അവൻ പെണ്ണിന്റെ ചേട്ടനില്ലേ മോളെ. ഇനി നീയായിട്ട് ഈ വിഷയം വലുതാക്കണ്ട. അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാ എല്ലാ കുറ്റവും നമ്മുടെ തലയിലേക്ക് വരുന്നത്. ആ ശരി ശരി, വേഗം റെഡിയാക മോളെ, ചടങ്ങിന് വൈകല്ലേ. ഏയ്, എന്താ ഇത്? ഇതുവരെയായിട്ട് നിങ്ങൾ റെഡി ആയില്ല? എന്താ ഇത്? എല്ലാവരും ഇവിടെ തന്നെ നിക്കുക. അവിടെ ദേ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാ. അത് അഞ്ജു, എന്താ മോളെ ആരതി അവള് പറഞ്ഞേ? അതൊന്നുമില്ല വല്യമ്മേ. അവളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടോന്ന് ചോദിച്ചതാ. ആരതി, സിദ്ധാർത്ഥിന്റെ മൂത്ത പെങ്ങളാണ് നീ. താലം എടുക്കേണ്ടത് നീയാ. ചടങ്ങുകളെല്ലാം ആദ്യം തുടങ്ങേണ്ടത് നീ തന്നെയാ. എന്നിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുവാണോ? ഇല്ല വല്യമ്മേ, ഞാനും അമ്മും നേരത്തെ റെഡി ആയതാ. അതിഥി അഞ്ജു റെഡിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു.